പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നാം. അതിനോടൊപ്പം കരുണയുടെ നൊവേന പ്രാർത്ഥനയും ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിച്ചു. ഇനി നമുക്ക് സങ്കീർത്തനങ്ങൾ ഏതാനും അധ്യായങ്ങൾ കൂടി പ്രാർത്ഥിച്ചു തീർക്കുവാനുണ്ട്. ഒപ്പം അപ്പസ്തോല പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ 4-ാം അധ്യായവും ഇന്ന് നമുക്ക് വായിച്ച് കേൾക്കാം. എന്നോടൊപ്പം സഹകരിക്കുന്ന നിങ്ങളെ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യവും നമുക്ക് നിഷേധിക്കപ്പെടുകയില്ല. യാതൊരു യോഗ്യതയുമില്ലാത്ത എളിയ ദാസി മാത്രമാണ് ഞാൻ. കർത്താവിൻ്റെ വചനം എന്നാലാവുന്ന തരത്തിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു. കർത്താവ്, എല്ലാം കാണുന്ന കർത്താവ് അത് എനിക്ക് ഫലം നൽകും. ആ ഒരു പ്രതീക്ഷയോടെ ഇന്നത്തെ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് കിടക്കട്ടെ. ഇന്ന് ആദ്യം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഗാനത്തിൻ്റെ ഈരടികൾ കേൾക്കാം. പരിശുദ്ധാത്മാവേ നീ വന്നിടണം, ആത്മാവിനുള്ളിൽ നിറഞ്ഞിടണം, പാപാന്ധകാരത്താൽ മൂടിയ മാനസം പാവനമാക്കിടണം. പരിശുദ്ധാത്മാവേ നീ വന്നിടണം, ആത്മാവിനുള്ളിൽ നിറഞ്ഞിടണം. സങ്കീർത്തനം 144:4 ഇപ്രകാരമാണ് നാം പ്രാർത്ഥിക്കുന്നത്. മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യനാണ്, മാഞ്ഞു പോകുന്ന നിഴൽ പോലെയാണ് അവൻ. മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യനാണ്, മാഞ്ഞു പോകുന്ന നിഴൽ പോലെയാണ് അവൻ. സങ്കീർത്തനം 144:4. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ട സങ്കീർത്തന ഭാഗങ്ങൾ. സങ്കീർത്തനം 143 കാരുണ്യത്തിനും സഹായത്തിനും വേണ്ടി പ്രാർത്ഥന. സങ്കീർത്തനം 144 കർത്താവിൻ്റെ അനുഗ്രഹം ലഭിച്ച ജനത. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായത്തിൻ്റെ പത്രോസും യോഹന്നാനും സംഘത്തിന് മുൻപിൽ എന്ന ഭാഗം വരെ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. നിയോഗങ്ങളെ സമർപ്പിക്കാം. 143 കാരുണ്യത്തിനും സഹായത്തിനും വേണ്ടി പ്രാർത്ഥന. ദാവീദിൻ്റെ സങ്കീർത്തനം. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ യാചന ശ്രവിക്കണമേ. അങ്ങയുടെ വിശ്വസ്തതയെയും നീതിയുടെയും മുൻപിൽ എനിക്ക് ഉത്തരമരുളണമേ. ഈ ദാസനെ ന്യായവിസ്താരത്തിന് വിധേയനാക്കരുതേ, എന്തെന്നാൽ ജീവിക്കുന്ന ഒരുവനും അങ്ങയുടെ മുൻപിൽ നീതിമാനല്ല. ശത്രു എന്നെ പിന്തുടർന്നു, അവൻ എൻ്റെ ജീവനെ നിലത്തെറിഞ്ഞു തകർത്തു. പണ്ടേ മരിച്ചവനെ പോലെ എന്നെ അവൻ ഇരുട്ടിൽ തള്ളി. ഞാൻ വിഷാദഗ്രസ്തനായിരിക്കുന്നു, എൻ്റെ ഹൃദയം നടുങ്ങുന്നു. കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു, അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെയും പ്രതി ഞാൻ ധ്യാനിക്കുന്നു. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ അങ്ങയുടെ നേർക്ക് കരങ്ങൾ വിരിക്കുന്നു. ഉണങ്ങി വരേണ്ട നിലം പോലെ എൻ്റെ ഹൃദയം അങ്ങയ്ക്കായി ദാഹിക്കുന്നു. കർത്താവേ, എനിക്ക് വേഗം ഉത്തരമരുളണമേ. ഇതാ എൻ്റെ പ്രാണൻ പോകുന്നു, എന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേ. മറച്ചാൽ ഞാൻ പാതാളത്തിൽ പതിക്കുന്നവനെ പോലെയാകും. പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യത്തെപ്പറ്റി കേൾക്കട്ടെ, എന്തെന്നാൽ അങ്ങയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഞാൻ നടക്കേണ്ട വഴി എന്നെ പഠിപ്പിക്കണമേ, എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്കാണ് ഞാൻ ഉയർത്തുന്നത്. കർത്താവേ, ശത്രുക്കളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അഭയം തേടി ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വന്നിരിക്കുന്നു. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ ജീവൻ പരിപാലിക്കണമേ. അങ്ങയുടെ നീതിയാൽ എന്നെ ദുഷ്ടതയിൽ നിന്നും ദുരിതത്തിൽ നിന്നും മോചിപ്പിക്കണമേ. കാരുണ്യവാനായ അങ്ങ് എൻ്റെ ശത്രുക്കളെ വിച്ഛേദിക്കണമേ, എൻ്റെ വൈരികളെ നശിപ്പിക്കണമേ, എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസനാണ്. സങ്കീർത്തനങ്ങൾ 144.
കർത്താവിൻ്റെ അനുഗ്രഹം ലഭിച്ച ജനത. ദാവീദിൻ്റെ സങ്കീർത്തനം. എൻ്റെ അപേക്ഷിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. അവിടുന്നാണ് എൻ്റെ അപേക്ഷിലയും ദുർഗവും ശക്തികേന്ദ്രവും. എൻ്റെ വിമോചകനും പരിചയമായ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. അവിടുന്ന് ജനതകളെ കീഴടക്കുന്നു. കർത്താവെ, അവിടുത്തെ ചിന്തയിൽ വരാൻ മർത്യന് എന്ത് മേന്മയുണ്ട്? അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയുണ്ട്? മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യനാണ്. അവൻ്റെ ദിനങ്ങൾ മാഞ്ഞു പോകുന്ന നിഴൽ പോലെയാവുന്നു. കർത്താവെ, അങ്ങ് ആകാശം ചായ്ച്ച് ഇറങ്ങി വരണമേ. പർവ്വതങ്ങളെ സ്പർശിക്കണമേ. അവ പുകയട്ടെ. ഇടിമിന്നലയച്ച് അവരെ ചിതറിക്കണമേ. അസ്ത്രമയച്ച് അവരെ തുരത്തണമേ. ഉന്നതത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ രക്ഷിക്കണമേ. പെരുവെള്ളത്തിൽ നിന്ന്, ജനതകളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അവരുടെ നാവ് വ്യാജം പറയുന്നു. അവർ വലത്ത് കൈ ഉയർത്തി കള്ളസത്യം പറയുന്നു. ദൈവമേ, ഞാൻ അങ്ങേക്ക് പുതിയ കീർത്തനം പാടും. ദശതന്ത്രി നാദത്തോടെ ഞാൻ അങ്ങയെ പുകഴ്ത്തും. അങ്ങാണ് രാജാക്കന്മാർക്ക് വിജയം നൽകുകയും അങ്ങയുടെ ദാസനായ ദാവീദിനെ രക്ഷിക്കുകയും ചെയ്യുന്നവൻ. ക്രൂരമായ വാളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ജനതകളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അവരുടെ നാവ് വ്യാജം പറയുന്നു. അവർ വലത്ത് കൈ ഉയർത്തി കള്ളസത്യം ചെയ്യുന്നു. ഞങ്ങളുടെ പുത്രന്മാർ മുളയിലെ തഴച്ചു വളർന്ന സസ്യം പോലെയും ഞങ്ങളുടെ പുത്രിമാർ കൊട്ടാരത്തിന് വേണ്ടി കൊത്തിയെടുത്ത സ്തംഭം പോലെയും ആയിരിക്കട്ടെ. ഞങ്ങളുടെ അറപ്പുരകൾ എല്ലാത്തരം ധാന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ. ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ വയലുകളിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായി പെരുകട്ടെ. ഞങ്ങളുടെ കന്നുകാലികൾ വന്ധ്യതയോ അകാല പ്രസവമോ ഇല്ലാതെ വർദ്ധിക്കട്ടെ. ഞങ്ങളുടെ തെരുവീഥികളിൽ ദീനരോദനം കേൾക്കാതിരിക്കട്ടെ. ഇപ്രകാരം അനുഗ്രഹം ലഭിച്ച ജനത ഭാഗ്യമുള്ളത്. കർത്താവ് ദൈവമായുള്ള ജനത ഭാഗ്യമുള്ളത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രവർത്തനങ്ങൾ അധ്യായം 4. പത്രോസും യോഹന്നാനും കാരാഗൃഹ സംഘത്തിൻ്റെ മുൻപിൽ. അവർ ജനത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ പുരോഹിതന്മാരും ദേവാലയ സേനാധിപനും സദുക്കായരും അവർക്കെതിരെ ചെന്നു. അവർ ജനത്തെ പ്രബോധിപ്പിക്കുകയും മരിച്ചവരുടെ ഉത്ഥാനത്തെക്കുറിച്ച് യേശുവിനെ ആധാരമാക്കി പ്രഘോഷിക്കുകയും ചെയ്തിരുന്നതിനാൽ ഇക്കൂട്ടർ വളരെ അസ്വസ്ഥരായിരുന്നു. അവർ അവരെ പിടികൂടി സന്ധ്യയായതുകൊണ്ട് അടുത്ത ദിവസം വരെ കാരാഗൃഹത്തിൽ സൂക്ഷിച്ചു. അവരുടെ വചനം കേട്ടവരിൽ അനേകർ വിശ്വസിച്ചു. അവരുടെ സംഖ്യ 5000-ഓളമായി. പിറ്റേ ദിവസം അധികാരികളും ജനപ്രമാണികളും നിയമജ്ഞരും ജെറുസലേമിൽ സമ്മേളിച്ചു. പ്രധാന പുരോഹിതൻ അന്നാസും കയ്യാഫാസും യോഹന്നാനും അലക്സാണ്ടറും പ്രധാന പുരോഹിതൻ്റെ ഗണത്തിൽപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പസ്തോലന്മാരെ അവർ തങ്ങളുടെ മധ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു: എന്തധികാരത്തിലാണ് അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങളിത് പ്രവർത്തിച്ചത്? അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പത്രോസ് അവരോട് പറഞ്ഞു: ഭരണാധികാരികളെ, ജനപ്രമാണികളെ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സൽപ്രവൃത്തിയെക്കുറിച്ചാണ്. എന്ത് മാർഗങ്ങൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ ആ മനുഷ്യനെ എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ കുരിശിൽ തറച്ച് കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴേ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹമുള്ളവരെ, ഈ നിമിഷങ്ങൾ അത്രയും നിങ്ങളെന്നോടൊപ്പമായിരുന്നതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം ബാക്കി ഭാഗം നമുക്ക് വായിച്ച് മനസ്സിലാക്കാം.